കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് വയ്ക്കാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വീട് വയ്ക്കാൻ നൽകിയ സ്ഥലത്തിന്റെ ആധാരം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ബിഷപ്പ് കോടതിയെ സമീപിച്ചുവെന്നും രേണുവിന് നോട്ടീസ് അയച്ചുവെന്നുമാണ് വിവരം. തനിക്കെതിരായ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളൊക്കെ നീക്കം ചെയ്തില്ലെങ്കിൽ സ്ഥലം തിരികെ വാങ്ങും എന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് രേണു സുധി. ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ 10 ദിവസമായി ബഹ്റൈനിലായിരുന്നു. വീട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് നോട്ടീസ് അയച്ചുവെന്നും രജിസ്റ്റേർഡ് ആയിട്ടാണ് നോട്ടീസ് വന്നതെന്നും. സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. ഈ ബിഷപ്പ് എനിക്കല്ല സ്ഥലം തന്നത്. എൻ്റെ പേര് ഒരു സാക്ഷി എന്ന നിലയിൽ എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാമായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളായ രാഹുൽ ദാസിനും ഋതുൽ ദാസിനുമാണ് ബിഷപ്പ് സ്ഥലം കൊടുത്തത്, എനിക്കല്ല. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇവർ തന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയട്ടെ, ഞാൻ നന്ദികേട് കാണിച്ചുവെന്ന്. എനിക്ക് ഒന്നിനും ഒരവകാശവുമില്ല. പിന്നെ എൻ്റെ പേരിൽ എന്തിനാണ് നോട്ടീസ് അയക്കുന്നത്? ഞാൻ എന്തിനാണോ ഒപ്പിട്ട് വാങ്ങുന്നത്? കിച്ചുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ബിഷപ്പിനെതിരെ ഞാൻ അങ്ങോട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളി ഓരോ ഇൻ്റർവ്യൂകളും എന്നെപ്പറ്റി വളരെ മോശം പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് പോലും ഒരു പുരോഹിതന് ചേരാത്ത തരത്തിലുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയത്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പുള്ളിയെപ്പറ്റി പറയാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ നല്ല സൗഹൃദമായാണ് എന്നോട് പെരുമാറിയിരുന്നത്. ഞാൻ സെലിബ്രിറ്റി ആയതിനു ശേഷമാണ് ഈ മാറ്റം. എന്തിൻ്റെ പേരിൽ ആണെങ്കിലും കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങുന്നത് നല്ല പ്രവൃത്തിയാണോ? ദാനം തന്നത് തിരിച്ചെടുക്കണമെങ്കിൽ ആ പുള്ളിയുടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ. രേണുവിന് പണി കിട്ടി എന്ന് പറയുന്നവരോടാണ്. എനിക്ക് എന്ത് പണി കിട്ടാനാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ പൈസ കൊടുത്ത വാടകയ്ക്ക് താമസിക്കും. മാസം ഒരു 5000 രൂപയെങ്കിലും വാടക കൊടുക്കാനുള്ള ആസ്തി ഇപ്പോൾ എനിക്കുണ്ട്. ഈ ബിഷപ്പിന്റെ ഏതോ കേസിൽ പെട്ടുകിടക്കുന്ന വസ്തുവായിരുന്നു ഇഷ്ടദാനമായി എഴുതി കൊടുത്തത്. അത് അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം.